കേരള മെഡിക്കൽ അലോട്ട്മെന്റ് രണ്ടാം ഘട്ട ഫലം പ്രസിദ്ധീകരിച്ചു. പ്രവേശനം ഉറപ്പിക്കാൻ നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതാ. പ്രധാന വിവരങ്ങൾക്കായി ഇൻസൈറ്റ് 360 ഇത്തരം നിർണായക സമയങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ വിശ്വസ്തമായി അറിയാൻ നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷൻ നടപടികൾ എളുപ്പമാക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പ്രവേശന നടപടികൾക്കുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 ആണ്. രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 30 കോളേജിൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം. സെപ്റ്റംബർ 27ഉം 28ഉം ബാങ്ക് അവധിയാണെന്നത് ശ്രദ്ധിക്കുക. സമയപരിധിയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ പ്രവേശന കമ്മീഷണറുടെ ഔദ്യോഗിക അറിയിപ്പ് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ: മാൻഡേറ്ററി ജോയിനിംഗ് രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കോളേജ് ലഭിച്ചാൽ അത് പുതിയ അഡ്മിഷനോ കോളേജ് മാറ്റമോ ആകട്ടെ, അവിടെ പ്രവേശനം നേടുന്നത് നിർബന്ധമാണ്. ചേർന്നില്ലെങ്കിൽ സമയപരിധിക്കുള്ളിൽ ചേരാത്ത പക്ഷം ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ലഭിച്ച സീറ്റുകൾ നഷ്ടപ്പെടും. മൂന്നാം ഘട്ട അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടുകയുമില്ല. പുതിയ അലോട്ട്മെന്റ് മെമ്മോ കോളേജ് മാറ്റം ലഭിച്ചവർക്ക് ഫൈനൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ദിവസം മുതൽ പുതിയ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാം. മാറ്റമില്ലാത്തവർക്ക് കോളേജിലോ വിഭാഗത്തിലോ മാറ്റമില്ലാത്തവർക്ക് വീണ്ടും കോളേജിൽ പോകേണ്ടതില്ല. പുതിയ അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ചെയ്ത് ക്ലാസ് തുടങ്ങുമ്പോൾ ഹാജരാക്കിയാൽ മതി. ഫീസ് അടയ്ക്കേണ്ട രീതികൾ: സർക്കാർ മേഖലയിൽ MBBA, BDS പുതിയ അഡ്മിഷൻ ആദ്യമായി സർക്കാർ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നവർ പ്രവേശന കമ്മീഷണറുടെ വെബ്സൈറ്റ് വഴി 5000 രൂപ കഴിഞ്ഞുള്ള ബാക്കി തുക അടയ്ക്കണം. ശേഷം കോളേജിൽ ബാക്കി ഫീസും സർട്ടിഫിക്കറ്റുകളും സമർപ്പിച്ച് പ്രവേശനം ഉറപ്പാക്കുക. കോളേജ് മാറ്റം: സർക്കാർ കോളേജ് മാറി മറ്റൊരു സർക്കാർ കോളേജ് ലഭിച്ചവർക്ക് ട്യൂഷൻ ഫീസ് വീണ്ടും അടയ്ക്കേണ്ടതില്ല. പഴയ കോളേജിൽ അടച്ച മറ്റ് ഫണ്ടുകൾ തിരികെ വാങ്ങി പുതിയ കോളേജിൽ സെപ്റ്റംബർ 30 പ്രവേശനം നേടുക. സ്വകാര്യ ബസ് സ്വാശ്രയ മേഖലയിൽ MBBA, BDS പുതിയ അഡ്മിഷൻ ആദ്യമായി സ്വകാര്യ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നവർ മുഴുവൻ ഫീസ് തുകയും കോളേജിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നേരത്തെ അടച്ച 5000 രൂപ പിന്നീട് പ്രവേശന കമ്മീഷണർ തിരികെ നൽകും. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഒരു സെറ്റ് കോപ്പികളും സഹിതം സെപ്റ്റംബർ 30 കോളേജിൽ പ്രവേശനം ഉറപ്പാക്കുക. കോളേജ് മാറ്റം: ഒരു സ്വാശ്രയ കോളേജിൽ നിന്ന് മറ്റൊരു സ്വാശ്രയ കോളേജിലേക്ക് മാറിയവർ പഴയ കോളേജിൽ പോയി അടച്ച മുഴുവൻ ഫീസും സർട്ടിഫിക്കറ്റുകളും തിരികെ വാങ്ങിയ ശേഷം സെപ്റ്റംബർ 30 പുതിയ കോളേജിൽ ചേരുക. പ്രവേശനത്തിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ: സ്വകാര്യ മേഖല സ്വകാര്യ കോളേജുകളിൽ പോകുന്നതിന് മുമ്പ് കോളേജിന്റെ വെബ്സൈറ്റുകൾ സന്ദർശിച്ച് പ്രവേശന നടപടികളും അപേക്ഷാ ഫോമുകളും ആന്റി റാഗിംഗ് ഫോമുകളും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മനസ്സിലാക്കുക. ഫീസ് അടയ്ക്കേണ്ട അക്കൗണ്ട് വിവരങ്ങളും ഉറപ്പുവരുത്തുക. സഹായങ്ങൾക്കായി കോളേജിന്റെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാം. മൂന്നാം ഘട്ട അലോട്ട്മെന്റിനെക്കുറിച്ച്: രണ്ടാം ഘട്ടത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഓപ്ഷനുകൾ നിലവിലുണ്ടെങ്കിൽ മൂന്നാം ഘട്ടത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ഒക്ടോബർ 6 ശേഷം ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. നിലവിലെ കോളേജിൽ സംതൃപ്തരാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല, പ്രവേശനം സാധുവായിരിക്കും. മികച്ച ഓപ്ഷനുകൾക്കായി കാത്തിരിക്കാതെ ലഭിച്ച കോളേജിൽ പ്രവേശനം നേടാൻ ശ്രദ്ധിക്കുക. കാരണം പ്രവേശനം നേടിയ ശേഷവും നിങ്ങൾക്ക് മൂന്നാം ഘട്ടത്തിൽ പങ്കെടുക്കാം. അവസാന റാങ്ക് വിവരങ്ങൾ: പ്രവേശന കമ്മീഷണറുടെ ഔദ്യോഗിക വെബ്സൈറ്റ്. ഫൈനൽ അലോട്ട്മെന്റ് ഫലങ്ങൾ ലഭ്യമാണ്. MBBS സർക്കാർ മേഖല സംസ്ഥാന മെറിറ്റിൽ അവസാന റാങ്ക് 861 കണ്ണൂർ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ 787, എറണാകുളം 859, കോഴിക്കോട് 234, കൊല്ലം 852, കോട്ടയം 593, മഞ്ചേരി 830, തൃശൂർ 553, തിരുവനന്തപുരം 370. MBBS സ്വാശ്രയ മേഖല സംസ്ഥാന മെറിറ്റിൽ അവസാന റാങ്ക് 9793 അൽ അസ്ഹർ തൊടുപുഴ. BDS സ്വാശ്രയ മേഖല സംസ്ഥാന മെറിറ്റിൽ അവസാന റാങ്ക് 29548 കണ്ണൂർ അഞ്ചരക്കണ്ടി. ഈ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് അറിയാനും അഡ്മിഷൻ നടപടികളിൽ സഹായം നേടാനും ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളിയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിലോ DM-LO 360 എന്ന് ടൈപ്പ് ചെയ്യുക.